പുനലൂരിൽ വയോജന കേന്ദ്രത്തിൽ നടന്നത് ഗുരുതര ലൈംഗിക പീഡനമെന്ന പോലീസ് വിലയിരുത്തൽ. ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് പോലീസിന് 72കാരി മൊഴി നൽകി. സ്ഥാപന നടത്തിപ്പുകാരൻ ബ്രഹ്മദാസിനെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ വയോധികയുടെ മൊഴിയിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് പുനലൂരിലെ വയോജന കേന്ദ്രത്തിലെ പീഡനകഥ പുറത്തുവരുന്നത്. സ്ഥാപനത്തിലെ അന്തേവാസികളായ 2 സ്ത്രീകൾ സമീപത്തെ വീടുകളിലെത്തിയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. അന്തേവാസിയായ 72കാരിയുടെ പരാതിയിലാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഇവർക്ക് ഇറങ്ങിപ്പോയപ്പോ ഞാൻ അടുക്കളയിലായിരുന്നു. ഞാൻ ഇവർക്ക് കഞ്ഞിവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് അടുക്കളയിലോട്ട് പോയതാ. അപ്പൊ ഇവരില്ലായിരുന്നു ഇവിടെ. ഇവര് വെളിയിലോട്ട് കണ്ട് പോയേക്കായിരുന്നു. പക്ഷെ ഈ സംഭവം ഒന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവര് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരെല്ലാരും പറഞ്ഞിട്ടാണ് ഞാനും ഈ കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ ആ പുള്ളി എന്റെ അടുത്തും മോശമായിട്ട് പെരുമാറുകയും ചെയ്തു. പുള്ളി തന്നെ ലൈംഗികമായി ഉപയോഗിക്കാൻ സ്ഥാപന നടത്തിപ്പുകാരൻ ബ്രഹ്മദാസൻ ശ്രമിച്ചു എന്ന് മൊഴിയിൽ പറയുന്നു. പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ മർദ്ദനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി. നേരിട്ടത് വലിയ മാനസിക പീഡനമാണെന്നും മൊഴിയിൽ പറയുന്നു. ഞാൻ ദോശ ഇടാനായിട്ട് അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്കും എന്നെ സഹായിക്കാമെന്ന് ചോദിച്ചു. ഞാൻ അടുക്കളയിലോട്ട് ചെന്നു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഈ ബ്രഹ്മദാസൻ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ചേട്ടാന്ന് ചോദിച്ചു. അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് വേറെ ഒന്നിനും അല്ല അതിനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അതിന് എന്നെ കൊണ്ട് പറ്റത്തില്ല, ചേട്ടന് വേറെ എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ വരാമെന്ന് പറഞ്ഞു. ബ്രഹ്മദാസനെതിരെ ഗുരുതര ആരോപണമാണ് രണ്ടാമത്തെ വയോധികയും ഉന്നയിച്ചിരിക്കുന്നത്. ഇവരുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പരാതി വിശദമായി പോലീസ് പരിശോധിക്കും. കൗൺസിലിംഗ് നൽകിയ ശേഷം വീണ്ടും മൊഴി രേഖപ്പെടുത്തും. സംഭവങ്ങൾക്കിടെ വയോജന കമ്മീഷൻ സ്ഥാപനത്തിൽ സന്ദർശനം നടത്തി. വയോജന കേന്ദ്രങ്ങളിൽ കഴിയുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. വയോജന കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പ്രത്യേകമായി നിരീക്ഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് സമഗ്ര അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ഓർഫനേജ് കൺട്രോൾ ബോർഡ് അടക്കം അതുപോലെ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ടതാണ്. കാരണം ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയും, അവർക്ക് അവിടുന്ന് അന്ന് വാതിൽ തുറന്നിട്ടതുകൊണ്ട് പുറത്തു പോവുകയും പുറത്തു പോയതുകൊണ്ട് നാട്ടുകാരോട് അത് പറയാൻ കഴിയുകയും ചെയ്തു. അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളൊരു സാഹചര്യം പോലുമില്ല. വയോജന കേന്ദ്രങ്ങളിൽ താമസിച്ചു വരുന്ന 9ഓളം അന്തേവാസികളെ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. ന്യൂസ് മലയാളം, കൊല്ലം.